പിന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാട്ടിലെങ്ങും മഴയാണ്. അപ്പം മഴയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ, എല്ലാവരും അലേർട്ട് ആയിട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാനാണ് പോകുന്നത്. മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ കടലോര പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ആരും പോവാതിരിക്കാനായിട്ട് നോക്കുക. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ഗവൺമെന്റ് പറയുന്നത്. സോ അത് നമ്മൾ ഫോളോ ചെയ്യുക. ഗവൺമെന്റിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു സമയമാണത്. സോ ഗവൺമെന്റിന്റെ കൂടെ അവരെന്ത് പറയുന്നോ അതനുസരിച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഒരുപാട് ആളുകൾ മീൻ പിടിക്കാനും വയലോര പ്രദേശങ്ങളിലൊക്കെ പോയി ഇരിക്കാറുള്ളവരുണ്ട്. ഇപ്പൊ റെഡ് അലേർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ കുറെ അവധി എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. അവധിയുള്ള സമയങ്ങളിൽ എല്ലാവർക്കും അവധി തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ ഇരിക്കാൻ വേണ്ടിയാണ്. കാര്യം പുറത്തിറങ്ങുമ്പോൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും അവധി തരുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഗവൺമെന്റ് എന്ത് നിർദ്ദേശമാണോ തരുന്നത് അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു കാരണവശാലും വീടിന്റെ അടുത്തുള്ള കുളങ്ങളിലൊന്നും മീൻ പിടിക്കാനായിട്ട് പോവാതിരിക്കാൻ നോക്കുക. കുളങ്ങളിൽ ഇറങ്ങി കുളിക്കാതിരിക്കാൻ നോക്കുക. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവും. ജീവനാണ് വലുത്. ജീവനേക്കാൾ വലുതായിട്ട് നമുക്കൊന്നുമില്ല. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, 29th വരെ കടലോരങ്ങളിൽ പോയി മീൻ പിടിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം. സോ ഒരു കാരണവശാലും നിങ്ങൾ മീൻ പിടിക്കാൻ പോവാതിരിക്കാൻ. നിങ്ങളുടെ ജീവിതോപാധി മീൻ പിടിക്കുക എന്നുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയുവാണ്, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. നമുക്ക് അത് ഒരുപാട് നാളുകൾക്ക് വേണ്ടിയല്ല അവർ പറയുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഗവൺമെന്റ് പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും നമ്മൾ എടുക്കാൻ നോക്കുക. സോ ഗവൺമെന്റിനെ അനുസരിക്കാൻ നോക്കുക എല്ലാവരും. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള വേറൊരു കാര്യമാണ് അസുഖങ്ങൾ. ഇപ്പം ഒരുപാട് COVID-19 ഒക്കെ ഇപ്പം കുറച്ചും കൂടി എന്താ പറയാ, കേസുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും മാസ്ക് യൂസ് ചെയ്യാൻ നോക്കുക പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ. പിന്നെ കൈ സാനിറ്റൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇപ്പം മഴക്കാലമാണ്. അപ്പം പകർച്ചവ്യാധികൾ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഡെങ്കു പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. സോ എല്ലാവരും അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക. നിങ്ങളെ വീടിന്റെ അടുത്തുള്ള പരിസരവും എല്ലാം ക്ലീൻ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാവരും വളരെ അലേർട്ട് ആവേണ്ട ഒരു കാര്യമാണ്, വിഷപ്പാമ്പുകൾ ഇറങ്ങുന്ന ഒരു സമയമാണ് ഈ മഴയെന്ന് പറയുന്നത്. സോ എല്ലാവരും നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെല്ലാം വേസ്റ്റ് ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കുക. വീടൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നോക്കുക. നിങ്ങളുടെ ചെരുപ്പ്, ഷൂസൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. കാര്യം ഷൂസൊക്കെ നിങ്ങൾ പുറത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഷൂസിനകത്തൊക്കെ ഈ പാമ്പ് കയറി ഇരിക്കാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഇനിയിപ്പോൾ വണ്ടികളൊക്കെ പുറത്ത് വെക്കുമ്പോഴും അതിൽ പോലും അലേർട്ട് ആവേണ്ട സിറ്റുവേഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ഇയറിലും ഇതേ സിറ്റുവേഷൻ, മഴ സമയത്ത് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കാരണവശാലും വീടിന്റെ പുറത്ത് ഷൂസ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ അതിനുള്ള അലേർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കുക. വണ്ടി വെക്കുമ്പോഴായാലും എപ്പോഴും നിങ്ങളിപ്പോൾ വണ്ടി നനയാതിരിക്കാൻ മൂടിയൊക്കെ ഇടുമ്പോൾ അതിനുള്ളിലൊക്കെ പാമ്പ് വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ എപ്പോഴും സേഫ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോവാം. ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പ്രോപ്പറായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം.